ശാന്തിയുടെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും വേളയിൽ നമ്മളെപ്പോലുള്ള ഈ കൊച്ചു കൂട്ടായ്മ ഒരുമിച്ച് കൂടുന്നതിൽ നിങ്ങളെല്ലാവരും വന്നു ചേർന്നതിൽ വളരെ സന്തോഷം. വളരെ നാളുകളായി നമ്മൾ ഈ പ്രോഗ്രാം ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് ഏതാണ്ട് 2022 തൊട്ട് ഈ കൊച്ചു കൂട്ടായ്മ ക്രിസ്മസും അതുപോലെ തന്നെ ഓണവും ഒക്കെ കുഞ്ഞു കുഞ്ഞു രീതിയിൽ മുമ്പിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനെല്ലാം നിങ്ങളുടെ ഏവരുടെയും സഹകരണം ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഈ പ്രോഗ്രാം ഇപ്പോഴും ഇങ്ങനെ മുമ്പിലേക്ക് പോകുന്നത്. ഇന്നത്തെ കാലാവസ്ഥ നമുക്കറിയാം. പ്രതികൂലമായ കാലാവസ്ഥയിൽ നിങ്ങളെല്ലാവരും ഫോൾസ് 49ൻ്റെ 2025 ക്രിസ്മസ് ആഘോഷത്തിലേക്ക് വന്നു ചേർന്ന നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ സന്തോഷത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഒരു പ്രോഗ്രാം നല്ല രീതിയിൽ മുമ്പിലോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നല്ലൊരു MC വേണം. ഇന്ന് നമ്മുടെ പ്രോഗ്രാമിനെ മുൻപിലോട്ട് നയിക്കുന്നത് ജേക്കബ് ആണ്. ജേക്കബ് ഇതിനു മുമ്പും നമ്മുടെ വേദിയെ ധന്യമാക്കിയിട്ടുണ്ട്. മിടുക്കനായ ഒരു ചെറുപ്പക്കാരനാണ് ജേക്കബ്. ജേക്കബിനെ നമ്മുടെ പ്രോഗ്രാം മുൻപിലേക്ക് നയിക്കുന്നതിന് വേണ്ടി ഞാൻ ക്ഷണിച്ചുകൊള്ളുകയാണ്. താങ്ക് യു ജേക്കബ്. ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെ സന്ദേശം നൽകുന്ന 2025 ഫോക്സ് 49േഴ്സിൻ്റെ ക്രിസ്മസ് ആഘോഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുൽക്കൂടും നക്ഷത്രങ്ങൾ കരോൾ പാട്ടുകളും പാതിര കുർബാനയുമൊക്കെയായ ക്രിസ്മസ് സമയം ഇതാ ഇവിടെ എത്തിയിരിക്കുന്നു. ക്രിസ്മസ് ഒരു പരസ്പരം ഗിഫ്റ്റ്സ് കൊടുക്കുന്ന ഒരു സമയമാണ്. നമ്മുടെ റിലേഷൻഷിപ്പ് പുതുക്കുന്ന ഒരു അവസരമാണ്. ഈ ക്രിസ്മസ് നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനം കൊണ്ടുവരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഈ ആഘോഷങ്ങളുടെ ഭാഗമായി ഒരുക്കിയിരിക്കുന്ന വിവിധ പരിപാടികളിലേക്ക് ഏവരെയും നിറഞ്ഞ മനസ്സോടെ സ്വാഗതം ചെയ്യുന്നു. Christmas is a really special time for me. But what is Christmas really about? Is it just presents and gifts? What are we celebrating here? The story of Christmas is the story of Jesus' birth. It's a story full of love, sacrifice, and hope. And that's what we're going to be presenting today. So I'm going to be sharing some details about the first nativity scene. St. Francis of Assisi created the first nativity scene in 1223 in Greccio, Italy, because he wanted people to truly experience the story of Jesus' birth, not simply to just read it. By bringing the manger, the animals, and the simplicity of Bethlehem to life, he was able to show how deeply humble and vulnerable God was at that moment. Okay, looks like we're ready. So let's give it a hand as they take us through the story of Christ's birth to continue St. Francis's mission of seeing the nativity story come to life. Take it away. I've heard about this baby boy who's come to earth to bring us joy, and I just wanna sing this song to you. It goes like this: the fourth, the fifth, the minor fall, the major lift. With every breath I'm singing hallelujah, 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 hallelujah.
place at which you were there. Frankincense and gold and myrrh they gave to you and cried out hallelujah, 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 I know you came to rescue me. This baby boy would grow to be a man, and one day die for me and you. my sins would drive the nails in you. That rugged cross was my cross too. Still every breath you drew was hallelujah, 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 കരോൾസ് ഇല്ലാതെ ക്രിസ്മസ് ഉണ്ടോ? അതിനായി ഇപ്പൊ നമ്മുടെ ഫോക്സ് 49ers ക്രിസ്മസ് കരോൾ ടീം സ്റ്റേജിലോട്ട് വിളിക്കുന്നു. പ്ലീസ് കം ഓൺ. പാട്ടുകൾ രാവിലേറ്റു പാടുവാൻ മണ്ണിലെ വാനവർ മോദമായി ചേർന്നിതാ. മണിവരാതെ പാടാൻ സ്മൃതിദിനവിൽ തൂകാൻ പാടാം. കൊഞ്ചി കൊഞ്ചി പാടും തെന്നൽ പോലെ മഞ്ഞിൽ പാറും ഓമന പൈകിളി പോലെ തങ്കം പോലെ മിന്നും തിങ്കൾ പോലെ താളം തുള്ളും ഷാരോൻ പൂക്കൾ പോലെ മണ്ണിൽ ആനന്ദ കീർത്തനം പാടാം. ഗ്ലോറിയ പാട്ടുകൾ രാവിലേറ്റു പാടുവാൻ മണ്ണിലെ വാനവർ മോദമായി ചേർന്നിതാ. മതിവരാതെ പാടാൻ സ്തുതി നിലാവിൽ തൂകാൻ പാടാം. മനസായി മുന്നിൽ ചേരാ
ചന്നം പിന്നം പെയ്യും മഞ്ഞല പോലെ പിന്നാവിനി കൂട്ടം ചേരും പോലെ മണ്ണിൽ ആനന്ദ നൃത്തനം ആടാം. ഗ്ലോറിയ പാട്ടുകൾ രാവിലേറ്റു പാടുവാൻ ഗ്ലോറിയ പാട്ടുകൾ രാവിലേറ്റു പാടുവാൻ മണ്ണിലെ വാനവർ മോദമായി ചേർന്നിതാ മതിവരാതെ പാടാൻ സ്തുതി നിലാവിൽ തൂകാൻ പാടാം. താങ്ക് യു. താങ്ക് യു. Thank you for that. That was a wonderful song. Thank you so much. Okay. Carols കഴിഞ്ഞു, nativity scene കഴിഞ്ഞു. ഇനി നമുക്കൊരു ഷോർട്ട് മെസ്സേജ് കൂടി ഉണ്ട്. Please welcome to the stage ബാബു അങ്കിൾ. പ്രിയ സുഹൃത്തുക്കളെ, ഹൃദ്യമായ ഒരു ക്രിസ്മസ് പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു നീണ്ട ക്രിസ്മസ് മെസ്സേജിന് വലിയ പ്രസക്തിയില്ല എങ്കിലും ക്രിസ്മസിനെ കുറിച്ച് ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. ഈ വർഷവും ക്രിസ്മസ് ആഘോഷിക്കുവാൻ നമുക്ക് അവസരം ലഭിക്കുന്ന ദൈവത്തിൻ്റെ മനുഷ്യാവതാര സംഭവമാണല്ലോ ക്രിസ്മസിലൂടെ നാം എല്ലാവരും ഘോഷിക്കുന്നത്. ഈ ക്രിസ്തു ജനനത്തിൽ ദൈവം ഒരുപാട് ആളുകളെ പങ്കെടുപ്പിക്കുന്നുണ്ട്. യേശുവിൻ്റെ പിതാവായി മാറുന്ന ജോസഫ്, യേശുവിൻ്റെ അമ്മ മറിയ, സമൂഹത്തിൻ്റെ പ്രധാന സ്ഥലങ്ങളിൽ നിന്ന് മാറി ആടുകളെ തീറ്റി നടക്കുന്ന ആട്ടിടയന്മാർ, വളരെയധികം ആദരിക്കപ്പെടുന്ന ബുദ്ധിമാന്മാരായ വിദ്വാൻമാർ, ഇങ്ങനെ അനേകം ആളുകളെ യേശു ജനനത്തിൽ കണ്ടെത്തുവാൻ കഴിയും. എല്ലാവർക്കും സന്തോഷവും സമാധാനവും ലഭിച്ച നല്ല സമയമായിരുന്നു യേശു ക്രിസ്തുവിൻ്റെ ജനനസമയം. ക്രിസ്മസ് ഓഫേഴ്സ് പീസ്, സമാധാനത്തിൻ്റെ ക്രിസ്മസ്. ദൂതന്മാർ ആട്ടിടയന്മാരോട് അറിയിക്കുന്ന സന്ദേശം ക്രിസ്തു ജനിച്ചു എന്ന് മാത്രമല്ല, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹോസന്തോഷം ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ക്രിസ്മസ് എന്നത് ആട്ടിടയന്മാർക്ക് ലഭിക്കുന്ന സന്തോഷം മാത്രമല്ല, ലോകത്ത് എല്ലായിടത്തും എല്ലാവർക്കും ലഭിക്കുന്നതാണ്. ഒരുപക്ഷേ ഇന്നിവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ക്രിസ്മസ് ഒരു മഹാസന്തോഷം നൽകുകയാണ്. ഭൂമിയിൽ സമാധാനമില്ലാത്തവർക്കും സന്തോഷമില്ലാത്തവർക്കും സമാധാനവും സന്തോഷവും നൽകിത്തരുന്ന സുന്ദരമായ സുദിനമാണ് ക്രിസ്മസിൻ്റെ ദിവസങ്ങൾ. നമ്മൾ ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ സന്തോഷവും സമാധാനവും ഇല്ലാത്ത ഒരുപാട് ആളുകൾ ജീവിക്കുന്നുണ്ട്. പണമില്ലാത്തവർ, വീടില്ലാത്തവർ, രോഗികൾ, ദുഃഖമനുഭവിക്കുന്നവർ, അങ്ങനെയുള്ള അനേകം ആളുകൾ നമ്മുടെ ഇടയിൽ ഉണ്ട്. ക്രിസ്തുവിൻ്റെ ജനനം എല്ലാവർക്കും സന്തോഷവും സമാധാനവും നൽകുന്നതാണ്. അതുകൊണ്ടാണ് ദൈവദൂതന്മാരുടെ സംഘം ക്രിസ്മസിൻ്റെ ആദ്യത്തെ പാട്ട് പാടിയത്. അത്യുന്നതങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്നാണ് ആദ്യത്തെ ക്രിസ്മസ് സോങ്. ഇത് പാടിയത് മനുഷ്യരല്ല, ദൈവദൂതന്മാരാണ്. അതുകൊണ്ട് ഇന്നത്തെ ഈ ക്രിസ്മസ് സെലിബ്രേഷനിലൂടെ എല്ലാവർക്കും സന്തോഷവും സമാധാനവും ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എളിമയുടെ ക്രിസ്മസ് ആണ് നമ്മളിപ്പോൾ ആഘോഷിക്കുന്നത്. ക്രിസ്മസ് സമയത്ത് നമ്മൾ എവിടെ പോയാലും നല്ലതായിട്ട് അലങ്കരിച്ച പുൽക്കൂടുകൾ കാണുവാൻ കഴിയും. എന്താണ് പുൽക്കൂടുകൾ അർത്ഥമാക്കുന്നത്? ദൈവം ലോകത്തിൽ ക്രിസ്തുവായി ജനിക്കാൻ കൊട്ടാരമോ ലക്ഷൂറിയസ് ബിൽഡിങ്ങോ ഒന്നുമല്ല തിരഞ്ഞെടുത്തത്. വഴി നടക്കുന്ന തെരുവിൽ യേശു ജനിച്ചു. മറ്റ് സ്ഥലങ്ങളില്ലാത്തതിനാൽ മറിയ യേശു കുഞ്ഞിനെ പുൽക്കുട്ടിൽ കിടത്തി. ഏറ്റവും അധികം എളിമ ജീവിതമാണ് ക്രിസ്തു പ്രദർശിപ്പിച്ചത്. എളിമയുള്ള മനുഷ്യരോടൊപ്പമാണ് ക്രിസ്തു ജീവിച്ചതും പ്രവർത്തിച്ചതും. ഈ ക്രിസ്മസ് സമയങ്ങളിൽ
ഏറ്റവും അധികം എളിമയുള്ളവരാകുക എന്നാണ് ക്രിസ്മസിൻ്റെ സന്ദേശം. ഇന്നത്തെ ലോകത്തിൽ എളിമ ജീവിതം നയിക്കുക എന്നത് വലിയ പ്രയാസമാണ്. എളിമ ജീവിതമുള്ളവരെ പരിഹസിക്കുന്ന ലോകമാണിത്. എന്നാൽ ക്രിസ്തു ജനനവും എളിമയുടെ സന്ദേശമാണ് ലോകത്തിന് നൽകിയത്. ദൈവത്തിൻ്റെ പുത്രനായി ജനിക്കുന്ന ക്രിസ്തുവിന് ഒരുപക്ഷെ കൊട്ടാരങ്ങളിൽ ജനിക്കാമായിരുന്നു. എന്നാൽ എളിമ ജീവിതമാണ് അവൻ തിരഞ്ഞെടുത്തത്. സമാധാനവും സന്തോഷവും ഉള്ളവരാകുവാനും എളിമയുള്ളവരാകുവാനും നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും എനിക്ക് ഈ അവസരം തന്ന എല്ലാവരോടുമുള്ള നന്ദി അറിയിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. Dashing through the snow in a one-horse open sleigh, o'er the fields we go, laughing all the way. Bells on bobtail ring, making spirits bright. What fun it is to ride and sing a sleighing song tonight! Oh, jingle bells, jingle all the way. Oh, what fun it is to ride in a one-horse open sleigh! Hey, jingle bells, jingle all the way. ക്രിസ്മസിന്റെ റിയൽ എനർജി കിഡ്സിലാണല്ലോ. ഇപ്പം നമ്മുടെ കുട്ടി പട്ടാളങ്ങൾ സ്റ്റേജിലോട്ട് ഒരു ക്രിസ്മസ് ഡാൻസ് പെർഫോം ചെയ്യാൻ വരുന്നുണ്ട്. പ്ലീസ് സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ്. പുല്ലുമെത്തയിൽ ഈ ലോകരക്ഷകൻ പാരിന്റെ നായകൻ ആരോരും അറിയാതെ വന്നു പിറന്നു. മഞ്ഞണിഞ്ഞ രാവലിൽ വെണ്മയിൽ നിലാവലിൽ കാലിതൻ തൊഴുത്തിൽ പുല്ലുമെത്തയിൽ ഈ ലോകരക്ഷകൻ പാരിന്റെ നായകൻ ആരോരും അറിയാതെ വന്നു പിറന്നു. മാലാഖമാരെ വാനോളം പോകാം ജാതൻ പിറന്നവർ
കാലിക്കൂട്ടിൽ ഉണ്ണീശോ പിറന്നുവല്ലോ, കാലിക്കൂട്ടിൽ ഉണ്ണീശോ പിറന്നുവല്ലോ. ബേത്ലഹേമിലെ ഉമഞ്ഞ രാത്രിയിൽ ആനന്ദഗീതങ്ങൾ കേൾക്കുന്നു വാനിൽ. ധനുമാസക്കുളിരിൻ പൊൻപ്രഭയിൽ കാലിക്കൂട്ടിൽ ഉണ്ണീശോ പിറന്നുവല്ലോ, ധനുമാസക്കുളിരിൻ പൊൻപ്രഭയിൽ കാലിക്കൂട്ടിൽ ഉണ്ണീശോ പിറന്നുവല്ലോ. അടുത്തതായി ഒരു മെലഡി സോങ് ആയാലോ? പ്ലീസ് വെൽക്കം അവർ നെക്സ്റ്റ് പെർഫോമർ മെർലി. യേശുവേ ഉമ്മ വെച്ചുണർത്തിയ ആട്ടിടയ ഉന്നതരേ, നിങ്ങൾ തൻ ഹൃത്തിൽ യേശുനാഥൻ പിറന്നു. പൈതലാം യേശുവേ ഉമ്മ വെച്ചുണർത്തിയ ആട്ടിടയ ഉന്നതരേ, നിങ്ങൾ തൻ ഹൃത്തിൽ യേശുനാഥൻ പിറന്നു. ലലലാ 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 ലലാ ആഹാ ആഹാ ആഹാ. താലപ്പൊലിയേകാൻ തമ്പുരുമീട്ടുവാൻ താരാട്ടു പാടി ഉറക്കിടുവാൻ. താലപ്പൊലിയേകാൻ തമ്പുരുമീട്ടുവാൻ താരാട്ടു പാടി ഉറക്കിടുവാൻ. താരാഗണങ്ങളാൽ ആഗതരാകുന്നു വാനാരൂപികൾ, ഗായക ശ്രേഷ്ഠ വാനാരൂപികൾ, ഗായക ശ്രേഷ്ഠ. പൈതലാം യേശുവേ ഉമ്മ വെച്ചുണർത്തിയ ആട്ടിടയ ഉന്നതരേ, നിങ്ങൾ തൻ ഹൃത്തിൽ യേശുനാഥൻ പിറന്നു. ലലലാ 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 ലലാ ആഹാ
ഉണർവോടേകുന്നെൻ ഉൾത്തടം ഞാൻ, ഉണർവോടേകുന്നെൻ ഉൾത്തടം ഞാൻ. പൈതലാ യേശുവേ, ഉമ്മ വച്ചുണർത്തിയ ആട്ടിടയ ഉന്നതരേ, നിങ്ങൾ തൻ ഹൃദയ യേശുനാഥൻ പിറന്നു. പൈതലാം യേശുവേ, ഉമ്മ വച്ചുണർത്തിയ ആട്ടിടയ ഉന്നതരേ, നിങ്ങൾ തൻ ഹൃദയ യേശുനാഥൻ പിറന്നു. ലലലാ, 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 ലലാ, 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 ആഹാ, ആഹാ. Thank you. Please welcome Sia and Anvia. ഇനി ഞങ്ങൾ ചെറുക്കന്റെ വീട്ടുകാരുടെ കലാപരിപാടികളാണ്. ഇത് പിടിച്ചേ. എന്താ ഇത്? ചെറുക്കന്റെ വീട്ടുകാരുടെ പരിപാടി, ലൈവ് ഷോ. പ്രിയമുള്ള ശരീര സൗന്ദര്യ ആരാധകരെ, ഇത് ആരംഭിക്കുന്നു. മ്യൂസിക് വിത്ത് ബോഡി മസിൽസ്. ചന്ദ്രികേ മണികുമാര മാമല കേറിവാ, വരാതെ വന്നൊരു താരകേ പതിനിലാവിൽ നിന്നഴകേറുവോ. തനക്ക് തന തനന്ന തനക്ക് തന തന്ന തനക്ക് തന തനന്ന തനക്ക് തന തന്ന. കൊലുസു തെന്നി തെന്നി വളകൾ കൊഞ്ചി കൊഞ്ചി കഥകൾ നെയ്ത് വന്ന പൂങ്കാറ്റെ, കുളിരു കമ്മലിട്ട് കവിളിലൊന്ന് തൊട്ട് പുഴുങ്ങി കൂടി കളിയാടാമോ. ടമാക്ക് 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 ടം ഡൂം ഡൂം ഡം ഡൂം ഡൂം, ടമക്ക് 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 ടം ഡൂം ഡൂം ഡം ഡൂം ഡൂം ഡം ഡൂം ഡൂം ഡം ഡൂം ഡൂം. டாடி மம்மி வீட்டில் இல்ல, தடை போட யாரும் இல்ல, விளையாடு போமா உள்ள வில்லாடா. ഞാൻ ഡാൻസ് മാസ്റ്റർ വിക്രം. മൈ ബയോളജിക്കൽ നെയിം ഈസ് മൈക്കിൾ എലിയാസ് ജാക്സൺ എലിയാസ് വിക്രം എലിയാസ്. ഡാൻസ് മാസ്റ്റർ വിക്രം സാർ. ഇത്രക്ക് പോപ്പുലറായ എന്നെ കണ്ടിട്ട് മനസ്സിലായില്ലടാ ജാടത്തേണ്ടി. வடக்கே கேட்டு பாரு என்ன பத்தி சொல்லுவா, சர்தா பீடா போலே என் பேரத்தான் மெல்லுவா. வடக்கே கேட்டு பாரு என்ன பத்தி சொல்லுவா, சர்தா பீடா போலே என் பேரத்தான் மெல்லுவா. மல்லிகா நீ கடிச்சா நெல்லிக்கா போலி நிப்பா, பஞ்சன நீ விரிச்சா பாட்டுத்தான் படிச்சிருப்பா. கொஞ்சம் 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 கும்பத்தேன் படிச்சிருப்பா. புடிச்சா வச்சிக்கையா மனசுல வச்சிக்கையா, வெடிச்சா வெள்ளரிக்கா வேண்டாத ஆள் இருக்கா. மை டியர் டார்லிங் ஒன்னு மல்லிகா கூப்பிடுறா. Up next is the boys' dance team. They look like they're raring to get going.
and it looks like they're gonna bust down the doors if they don't get to go next. So we're going past the skit, and we're gonna let the boys dance first. Come on up, boys. തുമ്പിപ്പെണ്ണേ കൊതിയില്ലേ നേരിൽ കാണാൻ വന്നിട്ടുണ്ടേ എൻ വേളിപ്പെണ്ണ് കവിളത്തുണ്ട് കണ്ണാടിത്തുണ്ട് ചുണ്ടത്തുണ്ട് ചിങ്കാരച്ചുണ്ട് നീലക്കായലു പോൽ തോന്നും മോമൽ കണ്ണാണ് മുടിക്കാർ മുഖിലും തോൽക്കും നാടൻ ചേലാണ് കൊണ്ടേ പോരാം പെണ്ണാളെ പൊന്നോണ കാലത്ത് കണ്ണു നഞ്ചും കണ്ണാളെ നീ കാണും നേരത്ത് തങ്കത്താമര പോൽ ഊന്തേൻ ചിന്തും നെഞ്ചാണ് ചെല്ലത്താരകളും പെണ്ണും പണ്ടേ കൂട്ടാണ്. Okay, ready, take. Roll sound. Rolling, sir. Roll camera. Action. രതിപുഷ്പം പൂക്കുന്ന യാമം മാറിടം രാസകേളി തടാകം സുഖസോമം തേടുന്നു ദാഹം നീ തരൂ ആദ്യ രോമാഞ്ചഭാവം അധര ശില്പങ്ങൾ മദന തൽപ്പങ്ങൾ ചൂടേറിയാളുന്ന കാമഹർഷം എന്നാണു നിൻ സംഗമം. டெர 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 பைட்டா காதல் இருக்கு நீயோ பிட்டு பிட்டா பைட்டு பண்ணா ஏறுங்க இருக்கு டெர 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 பைட்டா காதல் இருக்கு நீயோ பிட்டு பிட்டா பைட்டு பண்ணா ஏறுங்க இருக்கு இன்ஸ்டாகிராமத்துல பாட்டி வாழலாம் நாம வாழும் நிமிஷத்தெல்லாம் சுட்டு தள்ளலாம் நானும் நீ சேரும் போது தாறு மாறுதான் ஃபேஸ்புக்கில் பிச்சு கீழும் லைக் ஷேர் தான். Let's take a selfie pulla, give me a selfie pulla, give me a let's take a selfie pulla, give me a selfie pulla, give me a உனக்குன்னு தான் தரவா தரவா உசுரா தரவா தூக்கி சொல்லு சுல்தாவா 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 உனக்குன்னு தான் தரவா தரவா உசுர தரவா அரே வா அலக்கிரியே சுல்தாவா 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 உனக்குன்னு தான் தரவா தரவா உசுர தரவா சண்டையில கியாத சண்டையில குமாரே மண்டரண்டா போவாட்டா சண்டை ரொம்ப சுமாரே சண்டையில கியாத சண்டையில குமாரே மண்டரண்டா போவாட்டா சண்டை ரொம்ப சுமாரே சண்டையில கியாத சண்டையில குமாரே மண்டரண்டா போவாட்டா சண்டை ரொம்ப சுமாரே. ഒരു കോമഡി സ്കിറ്റ് ആണ് നെക്സ്റ്റ്. कौसल्या सुप्रजा रामपूर्वा सन्ध्या प्रवर्तते उत्तिष्ठ नरशार्दूल कर्तव्यं दैवमान्तिकम् कौसल्या सुप्रजा रामपूर्वा सन्ध्या प्रवर्तते ഈ കൊച്ചമ്മയുടെ ഒരു കാര്യം, ഓണത്തിന് പഴുക്കാൻ വെച്ച വാഴക്കൊല എന്റെ കട്ടിലാണോ കൊണ്ടുപോയി? കൊലയല്ലല്ലോ, തലയല്ലേ ഇത്? അതെ കൊച്ചമ്മ ഓടിവായോ, നമ്മുടെ വീട്ടിൽ കള്ളം കയറി. അയ്യോ മാറിയിട്ട് പറ. നമ്മുടെ വീട്ടിൽ കള്ളം കയറി. അയ്യോ എന്റെ 35 പവനും 16
10,000 രൂപയും കള്ളം കൊണ്ടുപോയേ. അല്ല കൊച്ചമ്മേ, ഞാൻ പറഞ്ഞപ്പോഴല്ലേ കള്ളം കയറിയ. അപ്പൊ എങ്ങനെ കാണാതെ പോയത് അറിഞ്ഞത്? കള്ളൻ ഊണ് കഴിക്കാൻ വരില്ലല്ലോ, കക്കാനല്ലേ വരുള്ളൂ. എടി വിമല, ഓടി വാടി, എന്റെ വീട്ടില് കള്ളം കയറിയടി. അലമാരിയിലിരുന്ന് 100 പവനും 10 ലക്ഷം രൂപയും കൊണ്ടുപോയടി. ഒന്ന് പോലീസിൽ വിളിച്ച് പറയടി. ഇങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ ഗീതയല്ല വരുന്നത്, ഡിൻഡൻ ടാക്സ് ഇങ്ങ് വരും. എടി പൈസ ഉണ്ടെന്ന് വിളിച്ചു പറഞ്ഞാൽ ഡിൻഡൻ ടാക്സ് ഇങ്ങ് വരും. ഡിൻഡൻ ടാക്സ് വരും, ഇവിടെ വരും. നിങ്ങൾ ആദ്യം പറഞ്ഞു വെക്കാണ്ട് പോലീസിനെ വിളിക്കുന്നത്. എന്റെ പൊന്നു കൊച്ചമ്മ, എന്റെ റൂമിൽ ഒരു കള്ളം കയറിയെന്ന് നാട്ടുകാരുണ്ടെങ്കിൽ എന്റെ മാനം പോയി. എനിക്ക് വയ്യ. എന്തൊരഭിനയമാണ് ഇത്, എന്തൊരഭിനയം. സംസ്ഥാനമാണ് ഇവിടെ വന്ന് ആരെയോ വിളിച്ചു കയറ്റി, ടൈമിങ് തെറ്റിയപ്പോ ഉടനെ കള്ളനാണ്. അമ്മാവെന്നൊക്കെ ആടിച്ച് ചെവിക്കല് ഞാൻ പഠിക്കും. നീ ആരോടാ ഈ സംസാരിക്കണേ? എങ്ങോട്ടാ നീ കയറി കയറി പോണേ? നീ ഇവിടുത്തെ വെറും വേലക്കാരിയാ. ചന്ദ്രേട്ടൻ അവിടെ. മുതലാളി ചന്ദ്രേട്ടാ. നിന്റെ ഭർത്താവ് ചന്ദ്രേട്ടൻ അവൻ ഇവിടെ കറങ്ങി വരുമ്പോ ചന്ദ്രോത്സവം കഴിയും. കള്ളന്റെ പാട്ടിന് പോകും. എന്തോ ചെയ്താരാ നോക്കുമോമോ? ഞാൻ ഈ സീറ്റ് മാറ്റുന്നു, ആ സമയം നീ ഇവന്റെ തലയടിച്ച് പൊട്ടിക്കുന്നു. ഓക്കെ, അപ്പൊ ഈ തലയടിച്ച് പൊട്ടുന്ന സമയത്ത് തലച്ചോറ് ചിന്നിച്ചിതറും. ഓക്കെ, ഈ സമയം തലച്ചോറ് കണ്ട് ഞാൻ പൊട്ടിച്ചിരിക്കും. എനിക്കില്ലാത്ത എന്ത് കണ്ടാലും ഞാൻ ചിരിക്കും. ഒന്നും തോന്നരുത്. ഓക്കെ, അപ്പൊ നീ ഇത് കൊച്ചമടിച്ചോ. എനിക്കിനി ഒഴിക്കണ്ട, ഞാൻ നല്ല പൂസ. ഇനി എനിക്ക് അവള് വഴക്ക് പറയും. ഹായ് മുതലാളി. സത്യം പറയോ, ഞാൻ ഭർത്താവ് ചന്ദ്രേട്ടൻ എങ്ങനെയാണ് നിന്റെ കട്ടിലിൽ വന്നത്? അതാ ഞാനിതൊക്കെ എങ്ങനെ വന്ന? അയ്യോ, എങ്ങനെ വന്നത്? എന്തൊരഭിനയം. എനിക്ക് അറിഞ്ഞൂടാ, എനിക്കറിയില്ല. എങ്ങനെ ഇതിനകത്ത് വന്നേ അവൻ? മാമ ചോദിക്കും. വിളിക്കും മാമ, വിളിക്കും മാമ. എന്തിനാ പറഞ്ഞ നിനക്ക് കള്ളു പഠിച്ചാലല്ല. ഇങ്ങോട്ട് ആ പ്ലാച്ചിമ്മയുടെ മാമനോ? മാമൻ എന്താ ഇവിടെ? ഞാനെന്താ ഇവിടെ? നീ എന്താണ് ഇവിടെ വന്ന് കിടക്കുന്ന? ഞാൻ എന്താ ഇവിടെ? ഞാൻ എന്റെ റൂമിലല്ലേ കിടക്കേണ്ടത്? നീ കേൾക്കുന്നുണ്ടോ ഇതൊക്കെ? നീ എന്തിനാണ് എന്റെ റൂമിൽ വന്നിരിക്കുന്നത്? മുതലാളി ഇപ്പൊ എന്റെ റൂമിലാ. മുതലാളി എന്താ സംഭവം? എന്താന്ന് പറ. സത്യം പറ. അയ്യേ, ഞാൻ ജൂലിയുടെ റൂമിലാണോ? നീ ജൂലിയുടെ റൂമിൽ എങ്ങനെ വന്നു? സുശീലേ, സുശീല എവിടെ? നീ എന്തിനാണ് ചെയ്തത്? എന്ത് ചെയ്തത്? അപ്പൊ അത്രയ്ക്ക് ഭാരമായോ ഞാൻ നിനക്ക്? എന്നെ പൊക്കിയെടുത്ത് ഇവിടെ കൊണ്ടിട്ട് എന്തിനാണ്? എടി, ഞാൻ വല്ലപ്പോഴും ഇത്തിരി മദ്യപിക്കുന്നല്ലാതെ അല്ലാതെ ഞാൻ എന്ത് ചെയ്യുന്നു? നീ എന്തിനാണ് ഇവിടെ കൊണ്ടിട്ട്? ഭർത്താവ് പേഴ്ചേനെ എന്നെ മണ്ടക്കെട്ടതിനാ ഞാൻ പണ്ടങ്ങാണ്ട് എതിരെ കൂടെ പോയെന്ന്. നീ ഇങ്ങനെ ബഹളം വെക്കുന്ന പോലെ ഒന്നുമില്ല. ഞാനിപ്പോഴും കനകനാണ്. ഞാനിപ്പോഴും കന്യകനാണെന്ന്. നിങ്ങൾ എഴുന്നേറ്റ് വാടോ ഇങ്ങോട്ട്. നീ എന്തിനാണ് ഈ കിടന്ന് ബഹളം വെക്കുന്നത്? എന്തിനാണ് ഇങ്ങനെ ബഹളം വെക്കുന്നത്? നീ ഒരു കാര്യം മനസ്സിലാക്കണം. നിന്റെ തലയെ തൊട്ട് ഞാൻ നിന്നാണ് സത്യം. നിന്നാണ് സത്യം. നിന്റെ ചേട്ടന് ഇതുവരെ ഒരു പോറൽ പോലും ഏറ്റിട്ടില്ല. പോറലേക്കാതിരിക്കാൻ നിന്റെ ദേഹത്ത് സ്ക്രീൻ കാർഡ് ഒട്ടിച്ചിട്ടുണ്ട്. ഈ പ്ലാച്ചിമട മാമൻ എന്തിനാണ് ചുമ്മാ ഇങ്ങനെ അനാവശ്യമായിട്ട് സംസാരിക്കുന്നത്? പോറലില്ലാതെയാണോ പാവാടയിൽ ഒരു കീറൽ? പാവാടയോ? ഇത് നിന്റെ പാവാടയല്ലേ? സത്യമായിട്ട് ഇത് കൊച്ചമ്മയുടെ പാവാടയാ. ഞാൻ നിനക്ക് തന്നല്ലോ, അപ്പൊ നിന്റെ പാവാട ആയല്ലോ. അതെങ്ങനെ ശരിയാവും? നീ അല്ലേ അവക്ക് പാവാട കൊടുത്തത്? അപ്പൊ അത് നിന്റെ പാവാടയല്ലേ? അപ്പൊ അതിന്റെ ഉടമസ്ഥ നീയല്ലേ? അപ്പൊ നിന്റെ പാവാട. ഇനി ഇതുപോലൊരു ഭർത്താവ് എന്റെ ജീവിതത്തിൽ വേണ്ട. നീ ഇല്ലാത്തൊരു ജീവിതം എനിക്ക് വേണ്ട. ബാടിച്ചോട്ട്. സോറി, കൈമാറിപ്പോയതാ. അയ്യോ, അബദ്ധത്തിൽ പറ്റിപ്പോയതാണ്. നീ ക്ഷമിക്ക. നീ പറയുന്ന പോലൊന്നും അല്ല. നീ വിശ്വസിക്കുന്ന ഒന്നും കറക്റ്റ് അല്ല. അല്ല, നടന്ന സംഭവം ഞാൻ പറയാം. ആദ്യം കിടന്ന സംഭവം പറ. വയസ്സായി കിടന്ന സംഭവം ഒന്നും അറിയാത്ത പോലെ ഇവിടെ നടന്ന കാര്യങ്ങള് എന്നെ നീ പറയണം. ഞാൻ പറയാം. ഇന്നലെ ഊണ് കഴിച്ചു കഴിഞ്ഞപ്പോൾ നീ തിരുവോണമായതുകൊണ്ട് ഇവള് തിരുവാതിര കളിക്കാൻ പോയി. തിരുവാതിരക്ക് പോയി. ഇവള് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ സുഭാഷിന്റെ വീട്ടിൽ പോയി. സുഭാഷിന്റെ നിന്റെ കൂട്ടുകാരന്റെ സുഭാഷിന്റെ വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് ഒരു 5-6 ഫുള്ള് അവിടെ എടുത്ത് വെച്ചേക്കാണ്. പിന്നെ ഫുള്ള് കണ്ടാ ഞാൻ വിടുവോ? വെച്ച് കയറ്റി കൊടുത്തു. ബോധം പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വീട്ടിലേക്ക് വന്നു. റൂം മാറിപ്പോയി. ഇതാണ് സംഭവം. സത്യം. അയ്യോ മാമ, റൂം മാറിപ്പോയതാ. റൂം മാറാങ്കിൽ ആള് മാറുന്നതിനും വലിയ താമസമൊന്നുമില്ല. അയ്യോ എടി, നീ സത്യം പറ. ഞാൻ തിരുവാതിര കളിക്കാൻ പോയി. അത് കഴിഞ്ഞിട്ടാണല്ലോ ചേട്ടൻ പുറത്തു പോയത്. ചേട്ടൻ നിന്നോട് എന്ത് പറഞ്ഞിട്ടാ പോയി? മുതലാളി പറഞ്ഞു എത്ര വൈകിയാലും ഞാൻ വരും, വാതില് കുറ്റിയിടണ്ടെന്ന് പറഞ്ഞു. അല്ല, ഇവിടെ വാതിലിന് കുറ്റിയിടണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. മെയിൻ വാതിലിന് കുറ്റിയിടണ്ട, ഞാൻ അടിച്ച് പീസായിട്ടായിരിക്കും വരുന്നത്. അങ്ങനെയാണ് പറഞ്ഞത്. അത് ശരി, ചേട്ടൻ പറഞ്ഞതേ മെയിൻ വാതിൽ കുറ്റിയിടണ്ടെന്നാ, അല്ലാതെ നിന്റെ വാതിൽ കുറ്റിയിടണ്ടെന്നല്ല. മുതലാളി അങ്ങനെ എടുത്ത് പറഞ്ഞപ്പോ
എന്റെ പൊട്ട മനസ്സിൽ എങ്ങനെയാ തോന്നുന്നത്? ഇത് ജൂറി കണ്ടാൽ നവ്യാനേറെ ഇരിക്കുന്ന സംസ്ഥാന അവാർഡ് തരും. നിങ്ങൾ അവാർഡ് കൊടുക്കാതിരിക്കെ എന്തെങ്കിലും ചെയ്യും. ഈ പാവാടയ്ക്ക് ഒരു തീരുമാനം ഉണ്ടാക്കാതെ ഈ ബന്ധം മുന്നോട്ട് പോവില്ല. സുശീല, നീ ഇങ്ങനെ ബഹളം ഉണ്ടാക്കുന്ന പോലെ ഒരു കാര്യമില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇന്നലെ പറഞ്ഞതൊക്കെയാണ് സത്യം. അഭിനയത്തിന്റെ അങ്ങേയറ്റം മുന്നണി, അഭിനയത്തിന്റെ അങ്ങേയറ്റം. സംസ്ഥാന നടിക്കുള്ള അവാർഡ് ഇവൾ നോക്കുമ്പോൾ സംസ്ഥാന നടനുള്ള അവാർഡിന് വേണ്ടി അവൻ രണ്ടുപേരുടെ മത്സരങ്ങൾ നടക്കും. അതൊക്കെ ജൂറി അല്ലേ തീരുമാനിക്കേണ്ടത്? അതൊക്കെ ജൂറി അല്ലേ തീരുമാനിക്കുന്നത്? ഇറങ്ങിക്കോണം ഈ ജൂറിനും ഈ ജൂറിയും. ഇത് യാദർച്ഛികമായിട്ട് സംഭവം. സുഭാഷ് നീ അല്ലേടാ? അത് ശരി, അതാ ഞാൻ വിളിച്ചിട്ട് ആര് വിളിയാക്കട്ടെ. ഞാൻ അടിച്ചതിന്റെ പെരുപ്പേ ചന്ദ്ര തോന്നിയാസം കാണിക്കരുത്. എന്താ നമ്മൾ ഒരുമിച്ചിരുന്നാണ് വെള്ളം അടിച്ചത്. എന്നിട്ട് ഒരു വാക്കോലും പറയാൻ നീ അവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. ഓ എന്റെ പൊന്നളിയാ, സോറി, എന്നോട് ക്ഷമിക്കും. ഞാൻ ഇന്നലെ ഭയങ്കര ഓവർ ആയിരുന്നില്ലേ? വെറും ഓവറല്ല, മെയ്ഡൻ ഓവർ. ആരെ കൊണ്ട് ഒന്നും ജയിച്ചിട്ടില്ല, ഒരു റൺ പോലും വിട്ടു കൊടുത്തിട്ടില്ല. അറിയാമെന്നല്ല കാണിച്ച കോപ്രായങ്ങൾ. നല്ലൊരു തിരുവോണം കുളമാക്കി. ഞാൻ പറയും എന്റെ വീട്ടിൽ ഒന്ന് വെള്ളം അടിച്ചിട്ടേ സുഖമില്ലാതെ എന്റെ അമ്മമ്മ അലമാരിക്കകത്ത് ചടച്ച് പഴയ സാധനങ്ങളൊക്കെ അലമാരിക്കകത്താ ഇരിക്കേണ്ടത്. പട്ടിക്കൂട്ടി കിടന്ന പട്ടിയെ പശുക്കുട്ടി എന്ന് പറഞ്ഞ് പശുവിന്റെ അടുത്തുണ്ടേ പാല് കുടിപ്പിച്ച്. അതും ചെയ്യാൻ അപ്പുറം ചെയ്യും. ഇനി മേലാ നീ എന്റെ വീട്ടിൽ കയറിയാ എന്നെ വെട്ടുമെന്നാ എന്റെ പെണ്ണുമ്പോൾ എന്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. നല്ലൊരു തിരുവോണം കുളമാക്കി തന്നല്ലോടാ. ഇതെന്തോ അവന്റെ മുണ്ട്. അപ്പൊ ധാരണ പാവാട എന്റെ പെണ്ണുമ്പിള്ളേരെ പാവാട അടിച്ച് പീസായിട്ട് എന്റെ പെണ്ണുമ്പിള്ളേരെ പാവാട എടുത്തോണ്ടാവും വന്നത്. അയ്യോ, മര്യാദക്ക് പാവാട അവരുടെ അവക്ക് വൈകുന്നേരം കല്യാണത്തിന് പോകാനുള്ളതാ. ചൂടണ്ട, തേച്ച് കഴുകി വീട്ടിൽ കൊണ്ട് തന്നോണം, ഇല്ലെങ്കിൽ അത് ഞാൻ ചെയ്യേണ്ടി വരും. അയ്യോ, അത് പറഞ്ഞ ചെന്നിട്ടാണ് അവളെ ലെഗിൻസ് കഴുകിയിടാൻ. ലെഗിൻസ് നമ്മൾ മറ്റേ തുണി ഇട്ട് അടിക്കുന്ന പോലെ അടിക്കരുത്. ചുമ്മാ ഒരു ഒല കളിച്ചിട്ട് അയാലോട്ട് ഇട്ട ഉച്ചയാകുമ്പോ. താങ്ക് യു ഫോർ ദ ടിപ്പ് പ്ലാച്ചിമട മാമ. എന്റെ വീട്ടിൽ കയറിയാ നിന്നെ നോക്കും. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്ന എല്ലാരും കൂടെ എന്തോ ഒരു ബഹളമായിരുന്നു. എനിക്ക് സമാധാനം തന്നു. എന്നെ എന്തൊക്കെ രീതിയിലാണ് ഇവളെന്നെ സംശയിച്ചത്? എന്നെ ഇവളെയും ചേർത്ത് എന്തൊക്കെ കഥകളായിരുന്നു. ആ കഥകൾ ഉണ്ടായിരുന്നെങ്കിൽ ഒരു 7 സീരിയൽ 7 ചാനലിൽ ഞാൻ കൊണ്ടു കൊടുത്തു. സോറി ചന്ദ്രേട്ടാ, എന്നോട് ക്ഷമിക്കേ, ഞാൻ ഭാര്യയല്ലേ. സോറി. എന്താ ഭാര്യ? എന്റെ പൊന്നു അച്ഛമ്മ കുറച്ചേരം കൊണ്ട് ഉയരങ്ങോട്ട് മുകളിലോട്ട് പോയി. ക്ഷമിക്കടി ജൂലി. മാമ, എനിക്ക് ഇപ്പഴാ സമാധാനായത്. ഇപ്പൊ നിന്റെ സമാധാനം പോകാൻ തുടങ്ങുന്നുള്ളൂ മോളെ. അതെന്താ? ഇതാരാ പാവാടയാ? സുഭാഷിന്റെ ഭാര്യയുടെ പാവാടയാന്നോ? അന്ന് മുതൽ ഞാൻ പറയുന്നുണ്ട്, ഈ സുഭാഷിന്റെ 2 പിള്ളേർക്ക് എവന്റെ ഷേപ്പാന്ന് പറയുമ്പോ നീ വിശ്വസിച്ചോ? അന്ന് ഇല്ല. എങ്ങനെ ഇരിക്കണ്ട. പ്ലാച്ചിമട മാമൻ, ഒരു മനുഷ്യൻ ഇവിടെ കിടന്ന് ഉയരെരിഞ്ഞ് നിൽക്കുമ്പോ അവിടെ വന്ന് ഈ ചെറ്റവർത്താനം പറയുന്നത് ശരിയാണോ? തീയില്ലാതെ പുക ഉണ്ടാവത്തില്ലല്ലോ. അരണി കടന്നുണ്ടാക്കണം. ഇപ്പൊ പുകയുന്നുണ്ടോ? ഇപ്പൊ നിന്ന് ഞാൻ കത്തിയരും, പിന്നെ ആ പുക. ഇനിയും ഒരു സോൾഫുൾ സോങ് ആയിട്ട് വിനു സ്റ്റേജിലോട്ട് വിളിക്കാം. ചെമ്പകവല്ലികളിൽ തുളുമ്പിയ ചന്ദനമാമഴയിൽ എന്തിനു വെറുതെ നനയുവതിന്നീ തങ്കനിലാവഴകേ. ചന്ദ്രനദിക്കരയിൽ തിളങ്ങണ പൊൻപിറയെ പോലെ എന്തിനു നീ എന്നങ്ങനെ ഇങ്ങനെ മിന്നി മിനുങ്ങുന്നേ. പൂമരത്തണലിൽ തെന്നൽ പല്ലവി കേട്ടിട്ടോ, രാമുകിൽ ശരുവിൽ ശവ്വാൽ കിളികൾ ചിനച്ചിട്ടോ, മണലാഴിത്തരിയിൽ വിരിയണ സ്വർണം കണ്ടിട്ടോ. ചെമ്പകവല്ലികളിൽ തുളുമ്പിയ ചന്ദനമാമഴയിൽ എന്തിനു വെറുതെ നനയുവതെന്നീ തങ്കനിലാവഴകേ. വെണ്ണക്കൽപ്പടവിൽ മിനുങ്ങണ മംഗള ചന്ദ്രികയിൽ ചെണ്ടുമല വണ്ടുകളെ കണ്ടതില്ലെന്നോ. ആമ്പൽ കാവുകളിൽ തുളിക്കണ കല്ലികിടം കുളിരിൽ പണ്ടിതിരെ പോയവരെന്നും മിണ്ടിയില്ലെന്നോ. നറുതെങ്ങൽ നന്ദുണിയിൽ നന്മകൾ നീട്ടി, അരയാലിന കിളിയൂഞ്ഞാലിൽ ഓർമ്മകൾ പാടി, അന്തിക്കാലവട്ടച്ചേലിലാടാനാലോലം നടുമോ ഓ
గమలే నీనజాలి తెలిసి ചന്ദനമല്ലികളിൽ തുളുമ്പിയ ചന്ദനമാമഴകിൽ എന്തിനു വെറുതെ നനയുവതെന്നീ തങ്കനിലാവഴകേ കള്ളക്കൗമാരം മലക്കിയ വെള്ളിപ്പുഴയിൽ ഇന്നലകൾ നീന്തി വരും ചേലു കണ്ടെന്നോ ചെല്ലത്താമ്പാളം ഒരുക്കിയ ചില്ലുകിനാവലയിൽ ഇത്തിരി നാളൊത്തുണരാൻ കാത്തിരുന്നെന്നോ നാടോടി പൂങ്കുയിലേ ഇക്കരയാണോ മനമാകയും നിറനാണ്യങ്ങൾ തേടുകയല്ലോ തങ്കത്താമരക്കിളിയാടുന്ന ഓലം ചെമ്പകവല്ലികളിൽ തുളുമ്പിയ ചന്ദനമാമഴകിൽ എന്തിനു വെറുതെ നനയുവതിന്നീ തങ്കനിലാവഴകേ ചന്ദ്രനദിക്കരയിൽ തിളങ്ങണ പൊൻപിറയെ പോലെ എന്തിനു നീ ഇന്നങ്ങനെ ഇങ്ങനെ മിന്നി മിനുങ്ങുന്നേ പൂമരത്തണലിൽ തെന്നൽ പല്ലവി കേട്ടിട്ടോ രാമുകിൽ ചെരുവിൽ ശവ്വാൽ കിളികൾ ചിരച്ചിട്ടോ മണലാഴിത്തരിയിൽ വിരിയണ സ്വർണം കണ്ടിട്ടോ ചെമ്പകവല്ലികളിൽ തുളുമ്പിയ ചന്ദനമാമഴയിൽ എന്തിനു വെറുതെ നനയുവതിന്നീ തങ്കനിലാവഴകേ തന്തിരനാര തന്തിരനാര തന്തിരനാര. Thank you. Let's take this opportunity to thank our sponsors. I'd like to invite up Ani Paulos back up to the stage. Good evening once again. Thank you. ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ ഈ ഒരു ചെറിയ കൂട്ടായ്മ ഇതുപോലൊരു പ്രോഗ്രാം ആയിട്ട് മുമ്പിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നല്ലവരായ സ്പോൺസേഴ്സിൻ്റെ അകമൊഴിഞ്ഞ സഹായമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. കാരണം നമുക്കറിയാം ഫോക്സ് 49 അറൗണ്ട് 50 ഫാമിലീസിൻ്റെ കൂടെ നടത്തുന്ന ഒരു പ്രോഗ്രാം ആയതുകൊണ്ട് ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് ഇതുപോലൊരു പ്രോഗ്രാം കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ രജിസ്ട്രേഷൻ ഫീസ് കൊണ്ട് മാത്രം നമുക്ക് മുമ്പിലേക്ക് പോകാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ അപ്രോച്ച് ചെയ്ത സ്പോൺസേഴ്സ് യാതൊരുവിധ മടിയും കൂടാതെ നമ്മളെ കൈയഴിച്ച് സഹായിച്ചവരാണ്. തീർച്ചയായിട്ടും അവരെ വെൽക്കം ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഏവരുടെയും ബാധ്യതയും കടമയുമാണ്. ഞാൻ ആദ്യമായി മിസ്റ്റർ മനോജ് കുമാർ ഇവിടെ എത്തിയിട്ടുണ്ടോ? മനോജ് കുമാറിനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. മനോജ് കുമാർ വളരെ നാളുകളായി ലണ്ടൻ പട്ടണത്തിലും സമീപ പ്രദേശങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെതായ കാഴ്ച, അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവം മുമ്പിലേക്ക് വെച്ചുകൊണ്ട് നല്ല നല്ല സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് മനോജ് കുമാറിനെ ആദരിക്കുന്നതിന് വേണ്ടി പ്ലീസ് കം ഓൺ സ്റ്റേജ്. നമസ്കാരം. പ്രിയപ്പെട്ട ഫോക്സ് 49 മെമ്പേഴ്സിന് എൻ്റെ മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ആസ് വെൽ. താങ്ക് യു. അടുത്തതായി നമ്മൾ അപ്രോച്ച് ചെയ്തപ്പോൾ നമ്മുടെ പ്രോഗ്രാമിന് യാതൊരുവിധ സംശയവും കൂടാതെ വളരെ സന്തോഷത്തോടെ നമുക്ക് സ്പോൺസർ ചെയ്ത ജിതിൻ തോമസിനെ ഈ വേദിയിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു. അദ്ദേഹം ഹോം ഇൻഷുറൻസ്, ഓട്ടോ ഇൻഷുറൻസ്, കൊമേഴ്ഷ്യൽ ഇൻഷുറൻസ് എന്നീ എല്ലാ സർവീസുകളും നൽകുന്ന വ്യക്തിയാണ് ജിതിൻ തോമസ്. അൺഫോർച്ചുനേറ്റ്ലി ഹീ ഈസ് നോട്ട് ഹിയർ. അടുത്തതായിട്ട് ഞാൻ വിളിക്കുന്നത് നമുക്കേവർക്കും സുപരിചിതനായ നമ്മുടെ പ്രോഗ്രാമിൽ എപ്പോഴും കൂടെയുള്ള ഒരു വ്യക്തിയാണ്.
let me call Jijo John onto the stage. ജിജോ ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറാണ്. അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ പറയുന്നതിനേക്കാളും അദ്ദേഹം 2 വാക്ക് പറയും എന്ന് ഞാൻ വിചാരിക്കുന്നു. എനിവേ, ജിജോയ്ക്ക് ബൊക്കെ കൊടുക്കുന്നതിനാണ് ഞാൻ ഏബിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. താങ്ക് യു ഫോക്സ് 49ers. ആദ്യമായി ഇതിൻ്റെ ഭാഗവാക്കാകാൻ തക്കണം എന്നെ ക്ഷണിച്ച ഫോക്സ് 49 എല്ലാ ഭാരവാഹികളോടും എല്ലാ ഫോക്സ് 49 ഫാമിലീസിനോടും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും അതോടൊപ്പം തന്നെ ഒരു വണ്ടർഫുൾ ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ആശംസിക്കുന്നു. സോ ഐ ലവ് മൈ ഡിസംബർ. ക്രിസ്മസ് സീസൺ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സമയമാണ്. because that's where I get a break from my calendar. So I hope it's the same for you guys as well. So as you know, I'm myself Jijo John. I'm a financial advisor. In Canada, you know, it's not how much you make, it's how much you keep and grow. So I know all families in London, you are busy with your work. Ellarum busy aanu. So if you are busy, we are on. So trust us. And ഞാൻ ലണ്ടനിൽ ഏകദേശം 17 വർഷമായി. ഇവിടുത്തെ ഞാൻ ഈ പ്രോഗ്രാമിന് വരുന്നതിൻ്റെ ലക്ഷ്യം തന്നെ നമ്മുടെ അച്ചായന്മാരെയൊക്കെ പഴയ ആൾക്കാർ ഞങ്ങൾ ഒരുമിച്ച് കാണാനൊക്കെ ഉള്ള ഒരു നല്ലൊരു അവസരമാണ്. സോ അതുകൊണ്ട് എല്ലാവർക്കും അനുഗ്രഹിക്കപ്പെട്ട വളരെ പ്രോസ്പെരിറ്റി ആയിട്ടുള്ള നല്ലൊരു ന്യൂ ഇയർ ആശംസിച്ചുകൊണ്ട് എനിക്ക് ഈ അവസരത്തെ തന്ന ഈ കുടുംബത്തോട് നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ വിളിക്കുന്നു. Now let me call Cyril Joy. Cyril Joyനെ ആദരിക്കുന്നതിന് വേണ്ടി ഞാൻ മിസ്റ്റർ ജെറിൻ ജോണിനെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ജെറിൻ ജോൺ, താങ്ക് യു സിറിൽ. നമ്മുടെ ഒരു മെമ്പർ കൂടിയായ രാഹുൽ നമുക്ക് വേണ്ടി സ്പോൺസർഷിപ്പ് ചെയ്തിട്ടുണ്ട്. രാഹുലും അദ്ദേഹത്തിൻ്റെ പാർട്ണർ അനീഷ് അട്ടക്കാരെ. അൺഫോർച്ചുനേറ്റ്ലി രാഹുലിന് സിക്ക് ആയതുകൊണ്ട് രാഹുലിന് വരാൻ സാധിച്ചില്ല. അതുകൊണ്ട് രാഹുലിന് ബൊക്കെ മേടിക്കുന്നതിന് വേണ്ടി ഞാൻ ടാരിഷ് റോയിയെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ടാരിഷ്, thank you so much. I would like to call Anoop onto the stage. At the same time, I call Joseph on job onto the stage. Unfortunately, he is sick. Thank you Anil. ഹീറ്റിംഗ് ആൻഡ് കൂളിംഗ് സ്പെഷ്യലിസ്റ്റ് ആണ്. നമ്മുടെ ആവശ്യം പറഞ്ഞപ്പോൾ സന്തോഷത്തോടുകൂടെ വന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്ത അനിലിന് വേണ്ടി ബൊക്കെ കൊടുക്കുന്നത് മിസ്റ്റർ ജോസഫ് എൻ ജോബ്. നമുക്ക് വേണ്ടി സ്പോൺസർ ചെയ്ത എല്ലാ സ്പോൺസേഴ്സിനെയും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് moving forward to next program. Thank you. Let's invite the lovely Folks 49 ladies dance crew for a fusion dance. മുത്തമഴ ഇങ്ങ് കൊട്ടിത്തീരാനോ മുല്ലയിരവുകൾ പത്തേറിയാനോ ജാനോ ദം മാരോ ദം ദം ഇങ്ങ് ഉണ്ടൻ കയ്യ சொல்லும் മുല്ലയിരവോ சொல்லாரவோ tum 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 இல்ல ஒருவனை வேண்டி
रोमियो रोमियो कल के रोमियो भोली शक्ल वाले सारे के सारे परे पियो रोमियो रोमियो भड़के प्रेमियो काहे गले पड़े हो बिन बुलाए बारातियों ले तो गई कलेजा संग में हम भी ले जा ये तो चोरी पे है सीना सोरी कभी लगे मोनालिसा कभी कभी लगे लोलिटा और कभी जैसे कादम्बरी हाय मेरी परम 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 सुंदरी हाय मेरी परम 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 सुंदरी सर से पैर तलक बेतहाशा हुस्न से भरी हाय मेरी परम 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 सुंदरी ए छूना नहीं छूना छूना नहीं छूना छूना नहीं मुझको ए होना नहीं तेरी होना नहीं मुझको हाथ जोड़ चाहे पाँव पर परवाह नहीं मुझको ना 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 So we'll have Manish sing a song. ഇതുവരെ നമ്മുടെ ഗായകർ മലയാളത്തിലല്ലേ പാടിയത്. ഇനി ഒരു അടിപൊളി ഹിന്ദി സോങ് ആയാലോ? Please join me in welcoming Manish to the stage. मैं कोई ऐसा गीत गाऊं कि आरज़ू जगाऊं मैं कोई ऐसा गीत गाऊं कि आरज़ू जगाऊं अगर तुम कहो मैं कोई ऐसा गीत गाऊं कि आरज़ू जगाऊं अगर तुम कहो मैं कोई ऐसा गीत गाऊं कि आरज़ू जगाऊं अगर तुम कहो तुमको बुलाऊं ये पल के बिछाऊं कदम तुम जहां जहां रखो ज़मी को आसमां बनाऊं सितारों से सजाऊं अगर तुम कहो मैं कोई ऐसा गीत गाऊं कि आरज़ू जगाऊं अगर तुम कहो जाऊं ये रंग है वो रोशनी है तुम्हारे पास दोनों लाओ जितनी खुशबुएं बाग में मिले हाँ जितनी खुशबुएं बाग में मिली मैं लाऊं वहाँ पे कि तुम हो जहाँ जहाँ पे एक पल भी ठहरूं मैं गुलसिता बनाऊं अगर तुम कहो मैं कोई ऐसा गीत गाऊं कि आरज़ू जगाऊं अगर तुम कहो
और कहो तो मैं सुनाऊं तुम्हें हंसी कहानियां, सुनोगी क्या मेरी ज़बानी, तू एक परी की दास्तां या मैं करूं तुमसे बयां, हाँ या मैं करूं तुमसे बयां कि राजा से रानी मिली थी कहाँ कहानियों के नगर में, तुम्हें लेके जाओ अगर तुम कहो, तुमको बुलाओ ये पल के बिछाओ, कदम तुम जहाँ जहाँ रखो, ज़मीं को आसमां बनाओ, सितारों से सजाओ अगर तुम कहो, मैं कोई ऐसा गीत गाऊं कि आरज़ू जगाऊं अगर तुम कहो, हाँ अगर तुम कहो। Okay, now it's time for the much awaited couples dance performance by Jeff and Marilee. Give it up for them. Mamacita, Lolita, Basanda Lama, Bada Lama, Spata, Kamita, ni angarukku kadu oru tata, repeata, ni labba konjam share pannu meeta, subita, vaeriya kanida mita, sikkaadu ye peruma, cycle gapla rocket cooker, hide and seek alma, bubble 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 bubble, bubble gum body ma, jolly logic kanada ma. ബേത്ലഹേമിലെ പൂമഞ്ഞ രാത്രിയിൽ ആനന്ദഗീതങ്ങൾ കേൾക്കുന്നു വാനിൽ, ധനുമാസ കുളിരിൻ പൊൻപ്രഭയിൽ കാലിക്കൂട്ടിൽ ഉണ്ണീശോ പിറന്നുവല്ലോ, ധനുമാസ കുളിരിൻ പൊൻപ്രഭയിൽ കാലിക്കൂട്ടിൽ ഉണ്ണീശോ പിറന്നുവല്ലോ. I invite the junior girls dance team to the stage. തിരുനാള് മണ്ണിൽ പെരുന്നാള്, മണ്ണും വിണ്ണും ഒന്നായി ചേരും സന്തോഷത്തിൻ രാവ്, മഞ്ഞണിഞ്ഞ രാവ് ഉണ്ണി വന്ന രാവ്, കണ്ണും കാതും ഒന്നായി തീരും ആനന്ദത്തിൻ രാവ്, ഇമ്മാനുമേലായി നമ്മോട് കൂടെ എന്തെങ്കിലും പാടാൻ നിന്നോട് ചേർന്നു, മണ്ണും വിണ്ണും ആമോദത്തിൻ ഗാനം പാടി ഒന്നൊന്നായി. ഹാപ്പി 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 ക്രിസ്മസ്, Merry 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 Christmas, Happy 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 Christmas, Merry 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 Christmas, Happy Christmas, Merry Christmas, Happy Christmas, Merry Christmas. On the dance floor, brother likes to party, brother likes to move that lacy Radha body. Brother on the dance floor, brother likes to party, brother likes to move that lacy Radha body. Pankhat pe aake saiya, marode bhaiya, and everybody blames it on Radha. Chhede hai humka naiya, beri kanhaiya, and everybody blames it on Radha. Hoga wo lakho dil ka chor, हमका तो लगे बोर, हुआ है ऐसे बावला जो कहता जाए, ओ राधा तेरी चुनरी, ओ राधा तेरा चल्ला, ओ राधा तेरी नटखट नजरिया, ओ राधा तेरा झुमका, ओ राधा तेरा झुमका, ओ
सिग्नल तोड़ ताड़ के आया दिल्ली वाली गर्लफ्रेंड छोड़ छाड़ के तेरे लिए ही तो सिग्नल तोड़ ताड़ के आया दिल्ली वाली गर्लफ्रेंड छोड़ छाड़ के तेरी आंख का इशारा मुझे फ्रॉड लगे तू तो मजनू आवारा बाई गॉड लगे और फसले वादे खा के अपनी पॉकेट मनी बचा के आया तेरे लिए पैसे वैसे जोड़ जाड़ के घर वालों को भी बाइशाए बोल बाल के आया दिल्ली वाली गर्लफ्रेंड छोड़ छाड़ के तेरे लिए ही तो सिग्नल तोड़ ताड़ के आया दिल्ली वाली गर्लफ्रेंड छोड़ छाड़ के വിണ്ണിലോ താരകം മണ്ണിലോ ആരവം നെഞ്ചിലോ ബാൻഡടിയോ മാറാകെ ൂരാകെ പല വഴികളിൽ ഇടവകകളിൽ ഒരു ചിരിയത് പടരണം ഉള്ളാകെ പുതുക്കണ പതിലൊളിച്ച് തറന്ന ചെറുപതയുടെ പരവിതരാവാനേ നേരാനേ പട്ടേ പമ്പന്തങ്കി താട്ടെ ഇല്ലെങ്കിൽ ഞങ്ങള് പോട്ടെ പട്ടേ പമ്പന്തങ്കി താട്ടെ ഇല്ലെങ്കിൽ ഞങ്ങള് പോട്ടെ ചിലും ചിലും ചിൽ താളമായി മാർഗഴിപ്പൂ തെന്നലായി വിരൽ തൊടുന്നു നെഞ്ചിനെയാരോ ആടിമാസ വർഷമായി ആദ്യമോഹരാഗമായി ആർദ്രമായി പുൽകിയോ ആരോ ചില്ലുപോൽ ചിന്തും ചോലയോ മെല്ലയൻ കാതിൽ ചൊല്ലിയോ കാട്ടുമല്ലി പൂവ് കണ്ണു ചിമ്മിയോ മനം കൊതിക്കും കാലമിങ്ങു വന്നു ചിലും ചിലും ചിൽ താളമായി മാർഗഴിപ്പൂ തെന്നലായി വിരൽ തൊടുന്നു നെഞ്ചിരെയായോ ഓർമ്മതൻ വേനൽ മാഞ്ഞുവോ ആശതൻ മേഘം വന്നുവോ എങ്ങോ മഴ പക്ഷി പാടുന്നുവോ എന്നിൽ മലർക്കാട് പൂക്കുന്നുവോ ഏതോ വസന്തം വഴി തെറ്റി വന്നുയിരിൽ ഇളന്തേ കൊഴിയേ
കാട്ടുമല്ലി പൂവ് കണ്ണു ചിമ്മിയോ മനം കൊതിക്കും കാലമിങ്ങു വന്നുവോ കാർത്തികൈ വാനിൽ വെണ്ണില ചേർത്തു നീ തൂകും പുഞ്ചിരി രാവിൻ്റെ മുൾക്കാട് മായ്ക്കുന്നുവോ തൂവന്ന സ്വപ്നങ്ങൾ നെയ്യുന്നുവോ മൗനാനുരാഗം മൊഴിയായി മാറി കരളിൽ ചിമിഴിൽ നിറയെ കാട്ടുമല്ലി പൂവ് കണ്ണു ചിമ്മിയോ മനം കൊതിക്കും കാലമിങ്ങു വന്നുവോ ചിലും ചിലും ചിൽ താളമായി മാർഗഴിപ്പൂ തെന്നലായി വിരൽ തൊടുന്നു നെഞ്ചിലെയാരോ ആടിമാസ വർഷമായി ആദ്യമോഹരാഗമായി ആദ്രമായി പുൽകിയോ ആരോ ചില്ല് പോൽ ചിന്തും ചോലയോ മെല്ലയൻ കാതിൽ ചൊല്ലിയോ കാട്ടുമല്ലി പൂവ് കണ്ണു ചിമ്മിയോ മനം കൊതിക്കും കാലമെങ്ങു വന്നുവോ ചിലും ചിലും ചിൽ താളമായി മാർഗഴിപ്പൂ തെന്നലായി വിരൽ തൊടുന്നു നെഞ്ചിലെയാരോ ചിലും ചിലും ചിൽ താളമായി മാർഗഴിപ്പൂ തെന്നലായി വിരൽ തൊടുന്നു നെഞ്ചിലെ ആരോ Thank you. Who else but the senior girls to wow us with one last dance? Take it away. मेरा झुमका उठा के लाया यार वे जो गिरा था बरेली के बाजार में मैं तो ठुमका लगा के शर्मा गई बोली घूम कर बता दे के मैं आ गई मुझको लचा के नाच ले आजा नाच ले मेरी यार तू नच ले झनक झनक झनकार हो नच ले मेरे यार तू नच ले अब तो लुटा है बाजार तनकन वारागा ई तरतल तारागा ये और तन माराने तिरतिड बोराने तन कल मा तलपति प्लास्टिक ये कना भी कचेरी तलपति कचेरी अगना बनक गना बेरी तनमा बैबा बलामा ये कना भी कचेरी तलपति कचेरी ओडिए परक बिटे बिरद बच्चे कोंडाडलामा बगल बिटाई बगल बिटाई बगल बिटाई बिटारे बगल बिटाई बगल बिटाई बगल बिटाई बिटारे बगल बिटाई बगल बिटाई बगल बिटाई बिटारे बगल बिटाई बगल बिटाई बगल बिटाई बिटारे
கட்டு மல்லி கட்டி வச்சா வட்ட கருப்பு பொட்டு வச்சா சந்திரனில் 2 வச்சா சாரப்பாம்பு இடுப்ப வச்சா நட்சத்திர தொட்டி வச்சா கரும்பு கோடு நெத்தி வச்சா இஞ்சி வெட்டி கண்ணா வச்சா இம்மா தூண்டு வெக்கம் வச்சா நெத்தி பொட்டுல என்ன தூக்கி பொட்டு போல வச்சா மல சுத்து பட்டு உர பார்க்க கண்ணு பொட்டு வந்த மல தட்டு பல்லு உரத்துல உச்சி கட்டு நேரத்துல பட்டுன்னு பத்திய முச்ச கட்டம் கட்டம் மல ரஞ்சிதமே 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 மனச கலைக்கு மந்திரமே ரஞ்சிதமே ரஞ்சிதமே ஒன்னு மோதட்டு வலிக்க கொஞ்சனுமே அடி ரஞ்சிதமே ரஞ்சிதமே மனச கலைக்கு மந்திரமே ரஞ்சிதமே ரஞ்சிதமே ஒன்னு மோதட்டு வலிக்க கொஞ்சனுமே வந்தது 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 மனசு சத்திரமே சத்திரமே நான் நித்திர 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 கேடுக்கு சத்திரமே சத்திரமே So let's have our vote of thanks to begin with. I'd like to invite up to the stage Joseph Job. Please come on up. As we draw the wonderful evening to a close, I have the distinct honor of proposing the vote of thanks. Tonight has been more than just a gala, it has been a celebration of community, friendship, and the shared journey of the Fox 49ers. Before we step out into the crisp winter air, there are several people we must acknowledge here. First and foremost, thank you to each and every one of you for being here. You are the heart of Fox 49ers. Your energy, your festive spirit, and your presence tonight are what makes the community feel like a family. Thank you for making the effort to dress up, show up, and celebrate together here. To the program coordinators, a gala of this magnitude doesn't just happen. A huge round of applause goes to our program coordinators, Shandy Annie and Shoji Sinoi. Thank you. Your tireless work behind the scenes has been incredible, wonderful. You have truly turned a vision into festive reality. To our sponsors and partners, we also want to extend our deepest gratitude to all our 7 amazing sponsors and partners. Your generosity and support provide the foundation of this evening. We are proud to work with organizations and individuals who believe in the mission of Fox 49ers as much we do. To our performers, entertainers, and speakers, thank you for the spectacle music, the laughter, and the inspiring words. You provided the perfect soundtrack and sentiment of our holiday celebrations. And I would like to extend the thanks to the coordinators like Annie Paulos, Abe Thomas, Jinson Syriac, and the MC who has done a tremendous, wonderful, great job here, Jacob, our new star of the new generation in London. As we look back to the year, look back to the year behind us, the new year ahead, let us carry the warmth of this room with us. May the holiday season bring you rest, and may the new year bring you even more reasons to celebrate. Please travel home safely after the dinner and DJ. Merry Christmas and a very, very happy new year to you all. Thank you.
ഓക്കെ, ഇന്നത്തെ ലാസ്റ്റ് സ്കെഡ്യൂൾ പെർഫോമൻസ് ഒരു സ്പെഷ്യൽ എപ്പിസോഡ് ഓഫ് മിന്നും താരങ്ങൾ. ഫോക്സ് 49ers അവതരിപ്പിക്കുന്ന മിന്നും താരങ്ങൾ എന്ന സൂപ്പർ ഹിറ്റ് ഷോയിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യമായി നമ്മുടെ വിശിഷ്ടാതിഥികളെ പരിചയപ്പെടാം. ആദ്യമായി നമുക്ക് ഏവർക്കും സുപരിചിതയായ കറുപ്പിനെ വെറുത്ത വെളുപ്പിനെ സ്നേഹിച്ച കലാമണ്ഡലം അസത്യഭാമ. കാലകത്തി വെച്ചപ്പം കരുപിടിച്ച തത്തമ്മ ഞാനിരുന്ന് മാഡം, ഷോയിലേക്ക് സ്വാഗതം. മോഹിനിയാട്ടം പരിപാടിയൊക്കെ എങ്ങനെ പോകുന്നു മാഡം? ഞാൻ പാട്ട് പാടും, നിങ്ങൾക്കതറിയാവോ? ആണോ മാഡം? എന്നാ ഒരു പാട്ട് കൂടി ഞങ്ങൾക്ക് വേണ്ടി പാടാമോ മാഡം? കറുപ്പിനഴകെ ആഹാ വെളുപ്പിനഴകെ. അടിപൊളി അടിപൊളി. മാഡം മലയാളം ഫിലിം ഒക്കെ കാണാറുണ്ടോ? വെളുത്തവരുടെ മാത്രം. മാഡത്തിന് ഏറ്റവും ഇഷ്ടമുള്ള റിവ്യൂവർ ആരാ? അശ്വന്ത് കൊക്ക്. കൊക്കോ? ആ, കൊക്കിന് വെള്ള നിറമല്ലേ, അതുകൊണ്ട് എനിക്കിഷ്ടം. അശ്വന്ത് കോക്കെന്നല്ലേ മാഡം? എന്നാ എനിക്കിഷ്ടമല്ല. അടുത്തതായി നമുക്ക് സ്വാഗതം ചെയ്യേണ്ടത് നമ്മുടെ ഏറെ പ്രിയങ്കരനായ അറിവിന്റെ നിറകുടമായ നമ്മുടെ സ്വന്തം വിദ്യ ആഭാസ മന്ത്രി ശങ്കരൻകുട്ടി. ഇനി നമുക്ക് അതിഥിയായി വന്നിരിക്കുന്നത് മറ്റാരുമല്ല, എല്ലാവർക്കും എന്നും പ്രചോദനമായി നിന്നിരുന്ന, ഭാര്യമാരെ തങ്ങളുടെ ഭർത്താക്കന്മാരെ എങ്ങനെ സ്നേഹിക്കണമെന്ന് മോട്ടിവേഷണൽ ക്ലാസുകളിൽ കൂടി പഠിപ്പിച്ച നമ്മുടെ സ്വന്തം ബിജി സാരിയോ. ബിജി സാരിയോയെ നിറഞ്ഞ കയ്യടിയോടെ നമുക്ക് വേദിയിലേക്ക് ക്ഷണിക്കാം. ബിജി ചേച്ചി, എന്താണ് റിയൽ ഫെമിനിസം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു ദിവസം എത്ര പ്രാവശ്യം ഭർത്താവിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്? ചിന്തിക്കും. ഒരു ദിവസം എത്ര പ്രാവശ്യം മുത്തം കൊടുക്കുന്നുണ്ട്? ചിന്തിക്കും. ഇന്ന് നേരം വെളുത്ത് എഴുന്നേറ്റോട്ട് വന്നപ്പോ ഭർത്താവിനെ നോക്കി പുഞ്ചിരിച്ചിട്ടാണോ വന്നത്? ചിന്തിക്കും. പരസ്പരം ഭർത്താവിനെ നോക്കി ചിരിച്ചിട്ട് എത്ര നാളായി? ഭർത്താവിന്റെ തെറ്റിൽ എവിടെയാണ് മുടി നരച്ചിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ട് എത്ര നാളായി? എവിടെയൊക്കെയാ മുടി നരച്ചിരിക്കുന്നത് നിങ്ങൾ കണ്ടോ? നിങ്ങൾ മുഖം നോക്കിയോ? ആ കണ്ണുകൾ എവിടെയൊക്കെയാ പാടുകൾ വീണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നോക്കിയേ, എത്ര ഒരു മിനിറ്റെങ്കിലും അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കിയിരുന്നിട്ടുണ്ട്? എത്ര നാളായി അങ്ങനെ നോക്കിയിരുന്നിട്ട്? എന്തിനാ കല്യാണം കഴിച്ച? ഇതിനൊന്നും അല്ല എങ്കില് ഇതൊക്കെയാണെന്നേ ജീവിതത്തിന്റെ ത്രില്ലെന്ന് പറയുന്നേ. ഇതൊക്കെയാണെന്നേ ജീവിതത്തിന്റെ രസം. ഇതിന് വേണ്ടിയിട്ടാണെന്നേ നമ്മൾ ജീവിക്കണേ. ഇത് കൂടിച്ചേരുമ്പോ കിട്ടുന്ന ഒരു സുഖം, ഒരു ഹാർമണി, ഒരു ഇന്റിമസി ഉണ്ട്. ഇതില്ലാതെ നമ്മൾ നോമ്പ് നോറ്റിട്ട് എന്താണെന്നേ? കുടുംബത്തിൽ ഈശ്വരനുണ്ട്, ഭർത്താവിന്റെ ഹൃദയത്തിൽ ഈശ്വരനുണ്ട്. ഇനി നമുക്ക് സ്വാഗതം ചെയ്യാം സോഷ്യൽ മീഡിയയിൽ തരംഗമായ വാക്കുകൾ കൊണ്ട് അമ്മാനമാടുന്ന ആൾ ദൈവങ്ങളുടെ ദേവിയായ ഗുരു ദിവ്യനാഗ സൈരത്രി ദേവിയെയും ദേവിയോടൊപ്പം ഇടതും വലതുമായി സദാസമയം കൂടിയുള്ള അദ്ദേഹത്തിന്റെ പ്രിയ സ്വാമിമാരെയും. മോനൂട്ട, ഒത്തിരി സന്തോഷം. ഗുരു ദിവ്യ നാഗ സൈരന്ത്രി ദേവി. അപ്പൊ ചേച്ചി എങ്ങനെയാണ്? എന്നെ ചേച്ചി വിളിക്കരുത്, നല്ല ചീത്ത വിളിച്ച് ഞാൻ പറയാം. ഗുരു ദിവ്യ നാഗ സൈരന്ത്രി ദേവി എന്ന് വിളിക്കണം കേട്ടോ. ദേവി എങ്ങനെയാണ് ദേവിയായെന്ന് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരാമോ?
എൻ്റെ വിശ്രമ ജീവിതമാണ്. വിശ്രമ ജീവിതം. അപ്പോൾ ഞാൻ ഇവിടെ ഇരുന്നു വിശ്രമിക്കുകയാണ്. ജോലി ചെയ്യാൻ എനിക്ക് ഒട്ടും വയ്യ. ജോലി ചെയ്യുന്നതേ ഇല്ല. ഞാൻ ജോലി ചെയ്യാൻ എനിക്ക് മടിയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ മടിയുള്ള ആൾ ഗുരു ദിവ്യ നാഗ സൈരന്ദ്രി ദേവി. എനിക്ക് മടിയാണ്. ജോലി ചെയ്യാൻ മടിയാണ്. ജോലി ചെയ്യാതെയുള്ള ജീവിതമാണ് സുഖം. ആഹാ, എന്തോ ഒരാനന്ദം, പരമാനന്ദം. ദേവി, ഞാൻ ഒരുപാട് പ്രശ്നങ്ങളിൽ അകപ്പെട്ട് കിടക്കുകയാണ്. അതിൽ നിന്നെല്ലാം മോചിതയാകാൻ എന്നെ അനുഗ്രഹിക്കണം. പഴയ പോലെ മോട്ടിവേഷൻ ക്ലാസ്സുകളൊന്നും അങ്ങ് വർക്കാകുന്നില്ല. ദമ്പതികളെയും ഇരകളെയും ഒന്നും കിട്ടുന്നില്ല. നിനക്കൊക്കെ എന്താ വേണ്ടെന്ന് വെച്ചാൽ രാവിലെ അങ്ങോട്ട് എണീക്കും. കണ്ണ് കീറുന്നതിന് മുമ്പേ ഇങ്ങനെയുള്ള വാക്കുകൾ എഴുതാതെ മൊബൈൽ ഫോൺ അങ്ങോട്ട് ഓഫാക്കി വെച്ചിട്ട് പ്രകൃതിയിലേക്ക് ഇറങ്ങണം. ഇപ്പോഴാണെങ്കിൽ നല്ല പരുവമാണ്, നല്ല ഉണക്കൊക്കെ ഉണ്ട്. ആ ചുറ്റുവട്ടത്തൊക്കെ നോക്കുകയാണെങ്കിൽ ഇത്തിരി കാട്ടിനകത്ത് ഇത്തിരി ആ റോഡ് സൈഡിലൊക്കെ തെരുവോരങ്ങളിൽ നിൽപ്പുണ്ടെന്ന് തോന്നുന്നു. ആവണക്കെന്ന് പറഞ്ഞുകൊണ്ടൊരു ചെടിയുണ്ട്. ഇത്തിരി വലിപ്പം തോന്നും. അതൊരു കായാണ്. ആവണക്കിന്റെ അത് കുഞ്ഞു അരിയാതിന്റെ അതങ്ങോട്ട് പൊട്ടിച്ചിട്ട് ഒന്നുകില് അത് എണ്ണയാക്കിയോ അല്ലെങ്കിൽ അതിൽ 2 അരി വെളുത്ത നിറ തോടിളക്കി കഴിയണം. അത് ഒന്നുകില് ഇടിച്ചോ പിഴിഞ്ഞോ അതിന്റെ നീരിത്തിരി കുടിക്കോ. അല്ലെങ്കിൽ ഷോപ്പിൽ പോയാൽ അത് വാങ്ങിക്കാൻ കിട്ടും എണ്ണ പോലെ. അത് കുടിച്ചിട്ട് നിന്റെയൊക്കെ വയറൊന്ന് ഇളക്കണം. 2ന്റെ വയറിളക്കണം. ഇത്രയും അറിവുള്ള നിങ്ങൾക്ക് ഒരു വിദ്യാഭ്യാസ മന്ത്രി ആയിക്കൂടെ? അപ്പോ ഞാനോ? വിദ്യാഭ്യാസ മന്ത്രി ആവണമെങ്കിൽ ഒരറിവും വേണ്ട. ചുമ്മാ അങ്ങ് നിന്ന് കൊടുത്താൽ മതി. ഈ ഇരിക്കുന്ന മന്ത്രിമാർക്കെല്ലാം അറിവുണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവാന്ന്. ഇനിയെങ്കിലും വട്ടത്തരം പറയും. അയ്യോ, ഇദ്ദേഹത്തെ കാണാൻ നമ്മുടെ സിനിമാ നടൻ ദിലീപിനെ പോലെ ഉണ്ടല്ലോ. ആരെങ്കിലും ഇതിനു മുമ്പ് ഇത് പറഞ്ഞിട്ടുണ്ടോ? അത് ഇടയ്ക്കൊക്കെ ആളുകൾ കമന്റ് ചെയ്യാറുണ്ടെന്നുള്ള ശിഷ്യന്മാര് പറയാറുണ്ട്. ഓരോരുത്തർക്കും ഓരോരുത്തരുടെ ചായ ഉണ്ടാവും. ചിലപ്പോൾ എന്റെ ചായ ആയിരിക്കും ദിലീപിനും ഉണ്ടാവുക. അങ്ങനെ ഒരു യോഗം. ഇതാണ് ബാബാജി. ഞാൻ നോക്കിയപ്പോൾ സുന്ദരൻ, അതിസുന്ദരൻ. നല്ല ഭംഗിയൊക്കെ ഉണ്ട്. ഒരാളെ കൂടി നമുക്ക് പരിചയപ്പെടാനുണ്ടല്ലോ. ദേവി, ഇദ്ദേഹത്തെ നമ്മുടെ പ്രേക്ഷകർക്ക് ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാമോ? പിന്നെ ബാബുസ്വാമി എനിക്ക് വർഷങ്ങൾ കൊണ്ടറിയാം. എൻ്റെ ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ട്. മനോഹരമായ ദിനങ്ങളായിരുന്നു ബാബുസ്വാമി. നമ്മള് നൃത്തമൊക്കെ ചെയ്തിട്ടുള്ളതാ. നന്നായിട്ട് നൃത്തം ചെയ്യും ബാബുസ്വാമി. അപ്പോൾ നമ്മൾ എല്ലാവരെയും പരിചയപ്പെട്ടു കഴിഞ്ഞു. ഇപ്പോൾ ഷോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. നമുക്ക് അതിനു മുമ്പ് ഗുരു ദിവ്യനാഗ സൈരേന്ദ്രി ദേവിയുടെ ഒരു നൃത്തത്തോടെ ഇന്നത്തെ ഷോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു. ഇറങ്ങൂ, നൃത്തത്തിന് എല്ലാവരും മടിച്ചിരിക്കാതെ ഇറങ്ങും. അവിടുന്ന് ഇറങ്ങും. Bhavaswami, Bhavaswami, oh Bhavaswami, oh Bhavaswami, oh Bhavaswami. നൃത്തം ചെയ്യും Bhavaswami, ഇത്രയേ ഉള്ളൂ Bhavaswami. നൃത്തം ചെയ്യും Bhavaswami, വന്നിട്ടുണ്ട് Bhavaswami. Bhavaswami, Bhavaswami, oh Bhavaswami, oh Bhavaswami, oh Bhavaswami. Bhavaswami.
ഇതെന്തൊരു അരോചകമാണ് ഈ കാണിച്ചു കൂട്ടുന്നത്. ഞാൻ പല തവണ പറഞ്ഞിട്ടുണ്ട്, ആണുങ്ങൾ നൃത്തം ചെയ്താൽ കൊള്ളില്ല 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 എന്ന്. ഇതൊക്കെ കാണാനാണോ ഞങ്ങളെ ഇവിടെ വിളിച്ചു വരുത്തിയിരുത്തിയിരിക്കുന്നത്? നിനക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടോ? ഉപ്പ് നിന്നെ മിന്നും താരങ്ങളുടെ പുതിയ വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം. ഇതേ ദിവസം ഇതേ സമയം. Sweet silver bells all seem to say, throw cares away. Christmas is here, bringing good cheer to young and old, big and the bold. Ding dong, that is their song. With joyful ring, all caroling. One seems to hear words of good cheer from everywhere, filling the air. Oh, holy palm, raising the sound. Oh, holidays are their tones. Gaily they ring while people sing songs of good cheer. Christmas is here. Merry, merry, merry.